ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഇന്ന് നമ്മളിതാ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് ട്രിപ്പ് പോകാൻ രാവിലെ 4 മണിക്ക് വാപ്പ ഏൽപ്പിച്ചപ്പോ ചെപ്പയിൽ അടി കിട്ടിയെങ്കിലും പുള്ളി അവസാനം എന്നെ കൊണ്ട് ബസ് സ്റ്റാൻഡിലാക്കി. ഞാനും ഈ ചങ്ങായും കൂടെ ഇന്ന് കോഴിക്കോടേക്കാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങ് കയറി. അവിടെ ആണെങ്കിൽ ട്രെയിനിന്റെ സീറ്റ് തപ്പി നമ്മൾ അടപ്പെടും. അവസാനം സീറ്റ് ഇട്ടപ്പോ നമ്മളങ്ങ് കയറി. 3 പേരായിട്ട് പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ എപ്പോഴും ചതിക്കുന്ന ചങ്ങായി ഇപ്രാവശ്യം നമ്മൾ 8 മണിക്കൂറാണ് നമ്മുടെ ട്രെയിൻ യാത്ര. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റിന് ഏകദേശം 170 രൂപ. നമുക്ക് പിന്നെ പൈസ ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങ് ഇറങ്ങി. അവസാനം ഇരുന്നിരുന്ന് ബാക്ക് പോയതിനു ശേഷം നമ്മളെ ലൊക്കേഷൻ. ഞാനിതാ കാല് വെക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലേക്കാണ്. മണ്ണിലേക്കല്ല, തറയിലാണ് ഞാൻ കാല് വെച്ചത്. ഈ ചങ്ങയുടെ അമ്മ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അവന്റെ അമ്മയാണ് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്നത്. ആ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. അപ്പൊ നമ്മളൊരു മെൻസ് ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്യാൻ വന്നത്. ഇവിടെ ബാക്കി റൂമൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ഹോസ്റ്റലിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മളങ്ങ് കോഴിക്കോട് കാണാൻ ഇറങ്ങി. ഇവിടുത്തെ കടലെല്ലാം കൂടുതലും ഞാൻ കണ്ടത് മിഠായും കാര്യങ്ങളും. കോഴിക്കോടിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ തപ്പലായിരുന്നു നമ്മളെ പരിപാടി. അവസാനം നമ്മൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. സൂര്യമാമനെ നോക്കി വന്നപ്പോ ആണെങ്കിൽ ആ ചങ്ങ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കാടമുട്ടയും കല്ലുമക്കായൊക്കെ കഴിച്ചു. അവിടുത്തെ ജാൻഡിവിലി കണ്ടപ്പോൾ അതിൽ കയറാൻ ഒരു ഒട്ടും പേടിയില്ലെന്ന് പറഞ്ഞ ചങ്ങയാണ് ഈ കിടന്ന് അലർന്നത്. അവസാനം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇതാണ് നമ്മൾ ഇരിക്കുന്ന ഹോസ്റ്റലിന്റെ ഹാൾ. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഒരു ഹിഡൻ സ്പോട്ടിലോട്ടാണ് പോയത്. ഞാൻ പിന്നെ മതിൽ ചാടുന്നതിൽ പണ്ടേ എക്സ്പെർട്ട് ആയതുകൊണ്ട് എനിക്കതൊന്നും ഒരു വിഷയമില്ല. ഈ കാണുന്നതിന്റെ റൂംമേറ്റ്സിൽ ഒരാളാണ്. ഇവിടെ നിന്ന് നമുക്ക് കോഴിക്കോട് സിറ്റിന്റെ ഒരു ചെറിയ വ്യൂ ആണ് കിട്ടുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കിയാൽ ഈ റോട്ടിൽ സാരിയൊക്കെ ഇട്ട് കുറച്ചു നേരം നിൽക്കുന്നത് കാണും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി ഫ്ലാറ്റായി. ബാക്കി നാളെ.